തിരുനാഗ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ഇല്ലാതായിട്ട് അല്ലെങ്കിൽ നാഥനില്ലാതായിട്ട് കുറച്ച് കാലങ്ങളായി. കോൺഗ്രസിന് അന്തസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന പ്രസിഡന്റിനെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാറ്റണം എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലെ ജനകീയ ഭരണസമിതി അധികാരത്തിൽ വരികയോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഭരണസമിതിയും മെമ്പർമാരും പിരിച്ചുവിട്ട് അടുത്ത ഇലക്ഷനെ നേരിടുകയോ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇത്രയും ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ തിരുനാവായ പഞ്ചായത്തിലെ ഭരണസമിതിക്കാർ എന്ത് ജനങ്ങൾ വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിട്ട് ഒട്ടനവധി ദിവസമായി. നാളിതുവരെ അതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവരാൻ തിരുനാവായ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിക്ക് സാധിച്ചിട്ടില്ല. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ തമ്മിലുള്ള ഈ അധികാര ബടംബലിയും ലീഗിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി. തിരുനാവായ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും കെടുകാര്യസ്ഥത മൂലം പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിട്ട് ഒട്ടനവധി ദിവസമായി. നാളിതുവരെ അതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവരാൻ തിരുനാവായ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിക്ക് സാധിച്ചിട്ടില്ല. അതിലെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ തമ്മിലുള്ള ഈ അധികാര ബടംബലിയും ലീഗിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങളുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി ഇവിടുത്തെ പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്ത് വിഷയമുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾക്കും തടസ്സം നിൽക്കുന്ന രീതിയിലാണ് ഈ രണ്ട് മുന്നണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ SDPI പാർട്ടി ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഈ ഭരണസ്തംഭനത്തിന് അറുതി വരുത്തി പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയും ജനങ്ങൾക്ക് നീതിയുമായി ഉതകുന്ന ആളുകളെ തിരഞ്ഞെടുക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെടുകയാണ്. സത്യത്തിൽ ഈ തിരുനാവായ പഞ്ചായത്തിൽ ജനങ്ങളെ വിഡ്ഢിവേഷം കെട്ടിക്കുക ജനങ്ങളെ. കാരണം ഈ ഇടതുപക്ഷം പ്രതിപക്ഷമാണെന്ന് പറഞ്ഞ ഇടതുപക്ഷം മൗനം പാലിക്കുകയാണ്. പേരിനൊരു ധർണ മാത്രം നടത്തിക്കൊണ്ട് തിരുനാവായ പഞ്ചായത്തിലെ ജനങ്ങളെ പ്രതിപക്ഷം സത്യത്തിൽ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭരണപക്ഷം പ്രതിപക്ഷം തമ്മിൽ ഒത്തുകളിയാണോ എന്ന് ശരിക്കും BJPക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് 8ാം വാർഡിലൊരു മെമ്പർ ഇടതുപക്ഷത്തിൻ്റെ മെമ്പർ ഇവിടെ ഇല്ലാതെ ഗൾഫിൽ പോയി വന്നിട്ട് ആ സീറ്റ് അവിടെ ആ വാർഡ് ഇന്നൊരു അനാഥമായി കിടക്കുകയാണ്. അതിന് UDF ഒന്നും സംസാരിക്കുന്നില്ല, കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അത് ഇടതുപക്ഷത്തിൽ തണലായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് കേവലം ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത തിരുനാവായ പഞ്ചായത്തിലെ ഭരണസമിതിക്കാർ എന്ത് ജനങ്ങൾ വിഡ്ഢിവേഷം കെട്ടിക്കുകയാണ്. സത്യത്തിൽ അതല്ലേ ഒരു ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്തെങ്കിലും വേണ്ട ഉപകാരപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ പഞ്ചായത്തിൽ നടക്കുന്നുണ്ടോ? വികസനം മുരടിപ്പല്ലേ എന്ന് പഞ്ചായത്ത് നടക്കുന്നത്? ഇതേ ഒരു അക്ഷരമുണ്ടോ ഇന്നത്തെ പ്രതിപക്ഷമായ ഇവിടുത്തെ ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ടോ? ഈ UDFും തമ്മിൽ ഒരു ഒത്തുകളിച്ച് ഉള്ളൊരു പരിപാടിയാണ് ഇന്ന് തിരുനാവായ പഞ്ചായത്ത് നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് BJPക്ക് വരാനുള്ളത്. ഇന്ന് ഇത്തരത്തിലൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്തത്? എനിക്ക് ബലമായ സംശയം ഇതിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾക്കില്ലാതില്ല. കാരണം ഇവർ തമ്മിൽ ലീഗിനെ പുറത്താക്കിക്കൊണ്ട് ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ഉണ്ടാവാനുള്ള സാധ്യത BJP തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങൾ മനസ്സിലാക്കണം ഇത് ശരിക്കും നല്ല ഉത്തരവാദിത്വപരമാണോ അല്ലയോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അത് എത്രയും പെട്ടെന്ന് എൻ്റെ അറിവിൽ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പിരിച്ചുവിട്ടുക, പുതിയ ഇലക്ഷന് സെക്രട്ടറി ഭരണം ഏർപ്പെടുത്തണം എന്നാണ് BJP പറയാനുള്ളത്. അല്ലാതെ ഈ അടിച്ചത്തിൽ എത്ര കാലത്തിലാണ് ഈ തിരുനാവായ പഞ്ചായത്ത് പോവുക? ഇവിടെ ഇപ്പോൾ റോഡുകൾ ഇപ്പോൾ എല്ലാ റോഡുകളും കേടുവന്ന് കിടക്കുകയാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇതുവരെ ഒന്നും നൽകാൻ ഇവർക്ക് സാധിച്ചില്ല. ഇന്ന് ജനങ്ങൾ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ജനങ്ങൾ ഇന്ന് വളരെ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരുനാവായ പഞ്ചായത്തിൻ്റെ ഈ അനാസ്ഥ കാരണം. ഇതിന് ഒരു മാറ്റം വരണം. ഇത് ജനങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ ഇത് അവർ ഇതേ കോലത്തിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഈ തിരുനാവായ പഞ്ചായത്തിൽ. അത് ജനങ്ങൾ മനസ്സിലാക്കി അതിനെതിരെ പ്രവർത്തിക്കണം. ഇല്ലെങ്കിൽ വലിയൊരു പ്രക്ഷോഭം തിരുനാവായ പഞ്ചായത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ ഉള്ളിൽ തുറന്നു പറയുന്നില്ല എന്നുള്ളൂ, എന്നാലും ജനങ്ങൾ ഉള്ളിലുണ്ട്. തിരുനാവായ പഞ്ചായത്തിൻ്റെ അനാസ്ഥ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഉള്ളിലുണ്ട്.
അവർ തുറന്നു പറയുന്നില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് പ്രതികരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് BJPക്ക് പറയാനുള്ളത്. തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നടന്നിരിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണസ്തംഭനം മുസ്ലിം ലീഗും കോൺഗ്രസുമുള്ള നാടകമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് മുന്നണി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു പീരീഡ് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൊടുത്ത് മറ്റുള്ള സ്ഥാനം ഇങ്ങോട്ടും കൊടുത്ത് കൈമാറില്ല. ഇത് കോൺഗ്രസ്സുകാരോട് അന്വേഷിച്ചില്ലെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നു, മുസ്ലിം ലീഗിനോടൊന്നും കൂടെ അന്വേഷിച്ചിട്ടില്ല മുസ്ലിം ലീഗും പറയുന്നു. ഇങ്ങനെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഴിമതി സഹിക്കാനും മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സ്വമേധയാ രാജിവെച്ച് പോകുന്നു. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ തിരുനാവായ പഞ്ചായത്ത് ഭരണസ്തംഭനം നേരിട്ട് ജനങ്ങൾക്ക് ആരെ ബുദ്ധിമുട്ടിനും കഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ മുസ്ലിം ലീഗും അതിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ കളിക്കുന്ന ഈ നാറിയ കളികൾ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലെ ജനകീയ ഭരണസമിതി അധികാരത്തിൽ വരികയോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഭരണസമിതിയും മെമ്പർമാരും പിരിച്ചുവിട്ട് അടുത്ത ഇലക്ഷനെ നേരിടുകയോ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചു കാലം മുന്നേ നിങ്ങൾ കേട്ടല്ലോ, കോൺഗ്രസ്സുകാർ പറയുന്നത് പത്രത്തിൽ നിന്ന് കണ്ടത് കോൺഗ്രസ്സുകാർ ഇറങ്ങിപ്പോയി, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആരും ഇറങ്ങിപ്പോയിട്ടില്ല. ഇത്രയും നാറിയ ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് വെള്ളം ഇട്ടെറിഞ്ഞ് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് ഇവർക്ക് വളരെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ലാതെ ഭരണമായി തുടർന്ന് പോവുകയാണെങ്കിൽ എത്ര അഴിമതി ഏതൊരു പ്രസിഡന്റ് രാജിക്കങ്ങനെ KSEBിയിൽ 60 ലക്ഷം KSEB ലൈറ്റിൻ്റെ കാര്യത്തിൽ 60 ലക്ഷം രൂപയുടെ അഴിമതി, മാലിന്യം നീക്കുന്ന ഡ്രൈവറെ പൈസ മറ്റുള്ളവർക്ക് മാറ്റിക്കൊടുത്തിട്ടുള്ള ഭയങ്കര അഴിമതി, അതേമാതിരി പഞ്ചായത്തിലെ ഭക്ഷണം കഴിച്ചതിന് പേരിൽ അഴിമതി, ഏത് നിലക്കെടുത്ത് നോക്കിയാലും അഴിമതി. അതല്ലാതെ പൊതുമുതൽ നശിപ്പിക്കുന്നത് ജനങ്ങൾക്ക് കൊടുക്കാതെ 7 കോടിയോളം രൂപ സില്ലോറാക്കി, പിന്നെ അങ്ങനെ എല്ലാ നിലക്കും ഫില്ലോവറാക്കി കൃഷിഭവൻ്റെ പൈസ 1 കോടി രൂപ സംസ്ഥാന സർക്കാർ ജില്ലയിൽ കൊന്നനുഭവിച്ച തിരുനാവായ പഞ്ചായത്ത് കൃഷിഭവൻ്റെ ഫണ്ട് ലാപ്സാക്കി ഇത്രയും ദഹിക്കുന്ന ഒരു ഭരണസമിതി ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇത് പിരിച്ചുവിട്ട് രാജി പോകുന്നതിൽ തന്നെ ഏറ്റവും വലിയ ഈ നാട്ടിലെ രക്ഷ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് ഇല്ലാതായിട്ട് അല്ലെങ്കിൽ നാഥനില്ലാതായിട്ട് കുറച്ച് കാലങ്ങളായി. തിരുനാവായ പഞ്ചായത്തിൽ ഒട്ടനവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും ജനവിരുദ്ധ നയങ്ങളുമൊക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെയാണ് നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിലാണ് ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ആരോപണം ഭരണസമിതി നേരിട്ടതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ രാജിവെക്കേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആരാകുമെന്നുള്ള ചോദ്യം ഈ നാട്ടിലെ ജനങ്ങളും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും ഉന്നയിച്ചു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു വരികയാണ്. ഇപ്പോൾ ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ വലിയ വാക്ക് തർക്കങ്ങൾ, അവർ തമ്മിലുള്ള വാക്ക് തർക്കങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ട്. ലീഗ് ആവശ്യപ്പെടുന്നത് ലീഗിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണെന്നാണ്, കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമാണ് എന്നുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആരായാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ചില വികസന പദ്ധതികളുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട ചില പദ്ധതികളൊക്കെ ഉണ്ട്. അതൊന്നും ഇത്രയും കാലമായി ഇവരിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാതായിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ പോലും ഏതെങ്കിലും ഒരു പദ്ധതി കൃത്യമായി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് സൂചിപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്ക്, ഈ നാട്ടിലെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലേക്കാണ് ലീഗ് തീരുമാനമെടുക്കുന്നത്. നിലവിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് 4.5 കോടി രൂപയോളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ ഈ നാട്ടിലെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട 4.5 കോടി രൂപയോളമാണ് അവർ വിനിയോഗിക്കാതിരുന്നത്. അതിന് ഉത്തരവാദി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അങ്ങനെ ഒരു വ്യക്തിയെ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു പറയുമ്പോൾ വളരെ എന്താ പറയുക, ഈ നാട്ടിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. UDF ഒറ്റക്കെട്ടാണെന്നാണ് പത്രസമ്മേളനങ്ങളിലൊക്കെ പറയുന്നത്. നിങ്ങൾ നോക്ക്, ഈ 19-ാം വാർഡിൽ UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ UDFൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താണ് ലീഗിൻ്റെ ഒരു കൂട്ടം ആളുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ വയ്ക്കുന്നു, അയാളെ ജയിപ്പിക്കുകയാണ്. അപ്പോൾ UDFനകത്ത് ഭിന്നത വരികയാണ്. എന്നിട്ട് കോൺഗ്രസിനെ ചതിച്ച് ലീഗ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് ജയിച്ച ഒരാളെ വീണ്ടും എന്ത് ചെയ്യാണ്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, കോൺഗ്രസിൻ്റെ അന്തസ്സ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അതിന് കൂട്ടു നിൽക്കരുതെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ലീഗ് ഇത്തരത്തിലുള്ള ഒരു മുന്നണിക്കകത്തുനിന്നുകൊണ്ട് ഇത്തരം ചതി ചെയ്തിട്ട് എങ്ങനെയാണ് കോൺഗ്രസ്സിന് ഇതൊക്കെ ഉണ്ടായിട്ടും ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത്? ഞങ്ങൾക്കിതാണ് സൂചിപ്പിക്കാനുള്ളത്. ആര് പ്രസിഡന്റായി വന്നാലും
ഈ നാട്ടിലെ വികസന പ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നടത്തേണ്ടത്. കഴിഞ്ഞതുപോലെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലേക്കുള്ള ഒരുപാട് അഴിമതി ആരോപണങ്ങളും സ്വജനപക്ഷപാതമായിട്ടുള്ള ഭരണവുമായിരുന്നു കഴിഞ്ഞ കാലങ്ങളൊക്കെ നടന്നിരുന്നത്. അതിൽ നിന്ന് മാറ്റം വരുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസിഡന്റിനായിരിക്കണം പിന്നെ വിജയിപ്പിക്കേണ്ടത്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ ഈ നാട്ടിൽ ചില മറ്റ് ആളുകളൊക്കെ പറഞ്ഞടക്കുന്നത് പോലെ ഈ കോൺഗ്രസും സി പി ഐഎമ്മും തമ്മിൽ ഒരു ധാരണയിലെത്തി എന്നുള്ളതൊക്കെ പിന്നെ ഒരു വെറും ആക്ഷേപമായിട്ടാണ് ഞങ്ങളതിനെ തള്ളിക്കളയുക മാത്രമാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസിനോടാണ്. കോൺഗ്രസിൻ്റെ അന്തസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്ന പ്രസിഡന്റിനെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.